ഹലോ ഗേസ്, നിങ്ങൾ മട്ടാഞ്ചേരിക്ക് പോയിട്ട് കാപ്പിരിത്തറ കണ്ടിട്ടില്ലെങ്കിൽ എന്തായാലും അടുത്ത പ്രാവശ്യം പോകുമ്പോൾ പോയി കാണാം കേട്ടോ. ഞാൻ ഫോട്ടോച്ചിക്ക് പോയി കഴിഞ്ഞാൽ നിർബന്ധമായിട്ടും കുര്യച്ചനെ കണ്ടു കഴിഞ്ഞാൽ കാപ്പിരിത്തറ വരെ വരാറുണ്ട്. നമ്മുടെ ഗൂഗിൾ മാപ്പിൽ ലൊക്കേഷൻ അവൈലബിൾ ആണ്. ഞാൻ ഫസ്റ്റ് ടൈം അവിടെ പോയത് അങ്ങനെയാണ്. കാപ്പിരിത്തറയെ കുറിച്ച് പറയുകയാണെങ്കിൽ പ്രാദേശിക ഐതിഹ്യം അനുസരിച്ച് കാപ്പിരിത്തറ ആഫ്രിക്കയിൽ നിന്ന് പോർച്ചുഗീസും ഡച്ചും 500 വർഷങ്ങൾക്ക് മുമ്പ് കേരളത്തിലേക്ക് കൊണ്ടുവന്ന അടിമകളായ കാപ്പിരി മുത്തപ്പന്മാർക്കായി സമർപ്പിച്ചതാണ്. വിദേശാക്രമണ ഭയം നിലനിന്നിരുന്ന കാലങ്ങളിൽ അവരുടെ യജമാനന്മാർ ഒളിപ്പിച്ചു വെച്ചിരുന്ന നിധികൾ കാക്കാൻ ഈ അടിമകളെ നിയോഗിച്ചു. ആ നിധികളുടെ രഹസ്യം പുറത്തറിയിക്കാതിരിക്കാൻ അനേകരെ ക്രൂരമായി കൊല്ലുകയും ചിലരെ ജീവനോടെ മണ്ണിലടിയിൽ അടക്കുകയും ചെയ്തു. ഇവിടെ പ്രധാനമായിട്ട് ചുരുട്ടും മെഴുകുതിരി പൂക്കളൊക്കെ ആയിട്ട് സമർപ്പിക്കണം. ഇപ്പോഴും ആ നാട്ടുകാർ അത്രയും ഭംഗിയായിട്ട് നോക്കിക്കൊണ്ട് നടക്കുന്ന ഒരു സ്ഥലമാണ് കാപ്പിരിത്തറ. അതായത് ആ ചെറുതും തകർച്ചയിലുമായ ആ ദേവസ്ഥാനമാണ് അവരുടെ വിശ്വാസ സ്ഥലമായി ഇപ്പോഴും വിശ്വസിക്കുന്നത്. അപ്പോൾ എന്തായാലും നിങ്ങളിനി മട്ടാഞ്ചേരിക്ക് പോവുകയാണെങ്കിൽ നിർബന്ധമായിട്ടും കാപ്പിരിത്തറയിൽ പോയി കാണാൻ പ്രാർത്ഥിക്കാം കേട്ടോ. നല്ലൊരു സ്ഥലമാണ്. അപ്പോൾ ഇനി ഇതുപോലുള്ള വീഡിയോകളായിട്ട് വരുന്നവരെ ബായ്.